കത്തിയ ഉരുവിയെടുത്ത എഴുതുവേണ്ട സീക്രട്ട് വാർസ് കോമിക് സീരീസിന്റെ ഇഷ്യൂ 6-ലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷെരീഫ് സ്ട്രേഞ്ചിന്റെ മാജിക്കൽ പവറിനാൽ ബാറ്റിൽ വേൾഡിന്റെ പല സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയ സൂപ്പർ ഹീറോസിനെ വില്ലന്മാരെ തേടിയിറങ്ങുവാനായി ഡൂമിന്റെ നിർദ്ദേശപ്രകാരം വലേറിയ ഇറങ്ങിത്തിരിക്കുന്നിടത്താണ് കഴിഞ്ഞ ഇഷ്യൂ അവസാനിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു കോമിക്സിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വീഡിയോസിലൂടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. 3 ആഴ്ചകൾക്ക് ശേഷം കാസിൽ ഓഫ് ഡൂം കാണിച്ചുകൊണ്ടാണ് കോമിക്സ് ആരംഭിക്കുന്നത്. അതിനിടയിൽ തന്നെ വലേറിയയുടെ ടീം സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ മരണത്തിന് കാരണക്കാരെന്ന് സംശയിക്കപ്പെടുന്ന പ്രോക്സിമ മിഡ്നൈറ്റിനെ കോർവസ് ഗ്ലേവിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്ട്രേഞ്ചിന്റെ മരണത്തിന് ഉത്തരവാദി ഡോക്ടർ ഡൂം ആണെന്ന് വലേറിയ കണ്ടെത്തിയെങ്കിൽ തന്നെയും അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഡൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. തുടർന്ന് ഡോക്ടർ ഡൂമിനോടായി വലേറിയ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള 2 പേരെയാണ് ഇപ്പോൾ റെബൽസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കിടയിൽ ഇവർ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തി എങ്കിൽ തന്നെയും നമ്മുടെ പ്ലാൻ വളരെയധികം മികച്ചു നിൽക്കുന്നതായതുകൊണ്ട് തന്നെയാണ് ഇവരെ കീഴടക്കുവാൻ സാധിച്ചത്. അപ്പോക്കലിപ്സിലെ ഹോഴ്സ്മാൻ കണ്ടെത്തിയിട്ടുള്ള ഇവരുടെ പേർ പ്രോക്സി എന്നും കോർവസ് എന്നുമാണെന്നാണ് അവരുടെ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതേ തുടർന്ന് ഡോക്ടർ ഡൂം വലേറിയോട് നിർത്തുവാൻ പറയുകയും തുടർന്ന് അവിടെയായി നിൽക്കുന്ന ബ്ലാക്ക് സ്വാനെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി വലേറി തന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ബ്ലാക്ക് സ്വാൻ അല്ല, അവരുടെ പേർ പ്രോക്സി എന്നും കോർവസ് എന്നുമല്ല, മറിച്ച് പ്രോക്സിമ മിഡ്നൈറ്റ് എന്നും കോർവസ് ക്ലേവ് എന്നുമാണ്. അവർ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ്. മാത്രവുമല്ല അവശേഷിക്കുന്ന ബ്ലാക്ക് ഓർഡേഴ്സിലെ അവസാന മെമ്പേഴ്സും മാർട്ട് ടൈറ്റൻ താനോസിന്റെ ആർമികളുടെ ജനറൽസും ഇവർ തന്നെയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സൂസ്റ്റോ എന്നോട് ക്ഷമിക്കണം, എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് ഇവളുടെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്? എന്തിന്റെ ബലത്തിലാണ് നമ്മൾ ഇവരെ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോഡ് ഡൂം, സൂസൻ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, ബ്ലാക്ക് സ്വാൻ ഒരിക്കലും നമ്മുടെ എതിരാളിയല്ല, നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ്. ഇൻഗേഷനിടയിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ ഇപ്പോൾ നമുക്കായി തിരിച്ചു വന്നിരിക്കുകയാണ് അവൾ. വലേറിയ, ഇനി നീ പറ, എന്താണ് അവരുടെ പ്ലാൻ? മറ്റുള്ള റെബൽസിനെ എങ്ങനെയാണ് നീ കണ്ടെത്താൻ പോകുന്നത്? അവരുടെ പ്ലാനിങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വലേറിയ, സോറി ഫാദർ, എനിക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയുകയില്ല. ബ്ലാക്ക് സ്വാനും ഇപ്പോൾ അവരുടെ പക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും അവരെ എത്രയും വേഗം തന്നെ ഞാൻ കണ്ടെത്തുന്നതാകുമെന്ന് പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ അവസാനിക്കുകയെ തുടർന്ന് ദ ഫൗണ്ടേഷൻ കാണിക്കുന്നു. അവിടെയായി നിൽക്കുന്ന മറ്റുള്ള ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്കായി ഹോളോഗ്രാമിൽ വരുന്ന വലേറിയ അൺയൂഷ്വലായി എന്തെങ്കിലും ബാറ്റിൽ വേൾഡിൽ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ 2 കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിന്റെ അച്ഛന്റെ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ബാറ്റിൽ വേൾഡിന്റെ എന്റെ പവർ സോഴ്സിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഡൂം കാസിലിന് തന്നെ അടുത്തായിട്ടുള്ള മെമ്മോറിയൽ സ്റ്റാച്യൂസിന് അടുത്ത് നിന്നുമാണ് ഈ ഒരു എൻറ്റയർ ബാറ്റിൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള പവർ സോഴ്സ് സപ്ലൈ ആകുന്നതെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന വലേറിയ, അലക്സ്, അപ്പോൾ നമ്മൾ രണ്ടാമതായി കണ്ടെത്തിയിരിക്കുന്നത് എന്താ? അത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രോൺ ഇപ്പോൾ എൻറ്റയർ ബാറ്റിൽ വേൾഡിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഡാറിൽ തന്നെ അത് 6 തവണ പിടിക്കപ്പെട്ടു. എന്നാൽ ഓരോ തവണയും അത് അപ്ഗ്രേഡ് ആയി നമ്മുടെ റഡാറിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവയെ ട്രേസ് ചെയ്യുക എന്നത് വളരെയധികം ദുഷ്കരം തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും നമ്മുടെ എൻറ്റയർ ജിയോമെട്രിക് റിസർച്ചിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആരോ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ വലേറിയ, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രോജക്ട് 42 എന്ന ബാറ്റിൽ വേൾഡിന്റെ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ഒരു എൻറ്റയർ ഡ്രോണെ നിർമ്മിച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് ബാറ്റിൽ വേൾഡിന്റെ ഈച്ച് ആൻഡ് കോർണറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കുന്ന നമ്മുടെ യൂണിവേഴ്സിലെ റീ റിച്ചാർഡ്സ് മിസ്റ്റർ ഫണ്ടാസ്റ്റിക്കും അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ റീ റിച്ചാർഡ്സ് മേക്കറിനെയും കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീൻ അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ ഡോക്ടർ ഡൂമിനെ എതിർക്കുവാനായി ഈ 2 വേർഷൻസിലുമുള്ള റീ റിച്ചാർഡ്സ് ഒന്നിച്ചിരിക്കുകയാണ്. അടുത്ത ഷോട്ടിലായി എൻറ്റയർ ബാറ്റിൽ വേൾഡിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഈ 2 വേർഷൻസിലുമുള്ള റീ റിച്ചാർഡ്സ് ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാനായി വളരെ വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നു. തന്റെ ഭാര്യയെ മക്കളെ ഡൂം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന മിസ്റ്റർ ഫണ്ടാസ്റ്റിക് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഡൂമിന്റെ മരണശേഷം ബാറ്റിൽ വേൾഡിൽ എന്താണ് സംഭവിക്കുക എന്ന് വളരെയധികം ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ മേക്കർ ഒരു മുഖംമൂടി ധരിച്ച ഒരാളെ മുൻനിർത്തിക്കൊണ്ട് അയാൾ വഴി എൻറ്റയർ ബാറ്റിൽ വേൾഡിലും ഡൂമിനെതിരായി ഒരു റെബലിയൻ മൂവ്മെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ മേക്കർ മിസ്റ്റർ ഫണ്ടാസ്റ്റിക്കിനോട് ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ഡൂം കാസിലിൽ അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലേ എന്ന് പറയുന്ന ടൈമിൽ തന്നെ കാസിൽ ഓഫ് ഡൂമിൽ ആരും അറിയാതെ വന്നെത്തിപ്പെട്ടിരിക്കുന്ന പീറ്റർ പാർക്കർ, മൈൽസ് മൊറാലിസ്, സ്പൈഡർമാൻ വേർഷൻസിനെ കാണിക്കുന്നു. ഡോക്ടർ ഡൂമിന്റെ പവർ സോഴ്സ് കണ്ടെത്തിയിരിക്കുന്ന റീ റിച്ചാർഡ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇരുവരും ഇപ്പോൾ അവയെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാനായി ഡോക്ടർ ഡൂമിന്റെ കാസിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് വലേറി അവർക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ എത്തിപ്പെടുന്ന സ്പൈഡർമാൻ വലേറിയോട്,
ഹേ വാൽ, അത് നീ തന്നെയാണോ എന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയായി വലേറിയ, എനിക്ക് നിങ്ങളെ പരിചയമുണ്ടോ എന്ന് മറുപടിയായി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സ്പൈഡർമാൻ, ഇത് ഞാനാണ് പീറ്റർ. സ്പൈഡർമാൻ, നീ എന്നെ മറന്നുപോയോ? നീ ബാറ്റിൽ വേൾഡിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു തീരുമ്പോൾ തന്നെ വലേറിയ പീറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് തട്ടിയെടുക്കുന്നു. വാവ്, അടിപൊളി ഡിവൈസ്. ഈ ഒരു ഡിവൈസ് ആണല്ലേ ബാറ്റിൽ വേൾഡിന്റെ എനർജി സോഴ്സിനെ കണ്ടുപിടിച്ചത്? ഇത് ആരുണ്ടാക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർമാൻ പിന്നെയും, ഇതുണ്ടാക്കിയത് റീ റിച്ചാർഡ്സ് ആണ്. ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എങ്കിലും പുള്ളിക്കാരൻ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയതിലൂടെ തന്നെ ഒരു ഹൈ ലെവൽ ജീനിയസ് ഇന്റലക്ട് ആണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? നിങ്ങൾ വന്നത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷിപ്പിൽ നിന്നാണോ? ഇതിന് മറുപടിയായി സ്പൈഡർമാൻ, ആ ഷിപ്പല്ല, അതുപോലെ തന്നെ മറ്റൊരു ഷിപ്പിൽ നിന്ന്. അതിന് ഞങ്ങൾ ലൈഫ് ക്രാഫ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങളാണോ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ കൊന്നത് എന്ന് വലേറിയ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് സ്പൈഡർമാൻ മറുപടിയായി പറയുന്നു. എനിക്കറിയാം നിങ്ങളല്ല അത് ചെയ്തതെന്ന്. അത് ചെയ്തത് ആരാണെന്നും എനിക്കിപ്പോൾ ഒരു ഏകദേശ ധാരണയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതും. നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ വഴി അകത്തേക്ക് കടന്നു പോകാമെന്ന് പറയുന്നതോടുകൂടി സ്പൈഡർമാന്റെ മൈൽസ് മൊറാലിസും മോളിക്കുലർ മാന്റെ സ്റ്റാച്ചുവിനുള്ളിലൂടെ സെന്റർ ഓഫ് ബാറ്റിൽ വേൾഡിലേക്ക് പോകുന്നു. മോളിക്കുലർ മാനെ കാണുന്ന സ്പൈഡർമാൻ, ഓ മൈ ഗോഡ്, ഇത് ഓവൻ റൈസ് അല്ലേ മോളിക്കുലർ മാൻ? അതെ, ഞാൻ തന്നെയാണ് മോളിക്കുലർ മാൻ. എനിക്ക് വേണ്ടി വല്ലതും തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സ്പൈഡി? ഇത് കേൾക്കുന്ന പീറ്റർ പാർക്കർ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ടൈമിൽ തന്നെ എന്റെ കയ്യിൽ 2 ദിവസം പഴക്കമുള്ള ഒരു ഹാംബർഗർ ഉണ്ടെന്ന് പറഞ്ഞ് മൈൽസ് മൊറാലിസ് ഒരു ബർഗർ എടുത്ത് മോളിക്കുലർ മാന് നൽകുന്നു. തുടർന്ന് ആ ഒരു ബർഗർ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മോളിക്കുലർ മാനോടായി, ആക്ച്വലി ഡൂമിന്റെ പവർ സോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ പുള്ളി മറുപടി പറയുന്നു, നിങ്ങളിപ്പോൾ ആഹാരം തന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഡൂമിന്റെ പവർ സോഴ്സ്. ഈ ഒരു എന്റെ ബാറ്റിൽ വേൾഡും പ്രവർത്തിക്കുന്നത് എന്നിൽ നിന്ന് വരുന്ന ശക്തിയോടുകൂടിയാണെന്ന് മോളിക്കുലർ മാൻ പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീനിലൂടെ കട്ടാകിയെന്ന് തുടർന്ന് തന്റെ ആർമി ജനറൽസ് ആയിട്ടുള്ള മാഡലിൻ പ്രൈം, അപ്പോക്കലിപ്സ്, മൈസ്ട്രോ, ഹൾക്ക്, സിനിസ്റ്റർ തുടങ്ങിയിട്ടുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡൂമിനെ കാണിക്കുന്നു. അതിനിടയിൽ തന്നെ അപ്പോക്കലിപ്സ്, ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കിങ്ഡത്തിൽ നിന്നുമായി ഒരു അൺനോൺ പേഴ്സൺ അങ്ങേക്കെതിരായി റെബലിയൻ ആരംഭിച്ചിരിക്കുകയാണ്. അവൻ ഇപ്പോൾ തന്നെ വലിയൊരു ആർമിയെ ശേഖരിച്ചു കഴിഞ്ഞു. എത്രയും വേഗം തന്നെ അവൻ ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വരുന്നതായിരിക്കും. അങ്ങേക്ക് തീർച്ചയായിട്ടും ഇതിനെ തടയുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ എത്രയും വേഗം തന്നെ ഇതിനെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ട് നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ ഡൂം, ഈ ഒരു റെബലിയനെ എങ്ങനെ തടയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ആർമികളെ തയ്യാറാക്കൂ, ഒരു വൻ യുദ്ധം വരികയാണ്. ഇതേ ടൈമിൽ ബാർ സിനിസ്റ്ററിൽ ക്യാപ്റ്റൻ മാർവലിനോടൊപ്പം ഇരിക്കുന്ന സിനിസ്റ്റർ, ഗോഡും ഇപ്പോൾ എന്നോട് എന്റെ ആർമിയെ തയ്യാറാക്കുവാൻ പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ മാർവൽ സിനിസ്റ്ററിന്റെ മുഖത്തിന് തന്നെ ഒന്ന് പൊട്ടിക്കുന്നു. ഇതോടുകൂടി സിനിസ്റ്റർ, മനസ്സിലായി, എന്താ ചെയ്യേണ്ടത് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ കട്ടാകി. തുടർന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഐൽ ഓഫ് അഗമോട്ട കാണിക്കുന്നു. അവിടേക്ക് തന്റെ പവർ യൂസ് ചെയ്ത് ഒരു നീരാളിയെ കൺട്രോളിലെടുത്ത് ബ്ലാക്ക് പാന്തറുമായി അവിടേക്ക് എത്തിച്ചേരുന്ന നെയ്മോർ ബ്ലാക്ക് പാന്തർ കയ്യിലുണ്ടായിരുന്ന ഐ ഓഫ് അഗമോട്ട യൂസ് ചെയ്തുകൊണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ അവർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് കാണുന്നത്. തുടർന്ന് ആ ഒരു പ്രൊജക്ഷൻ അവരോടായി, ഹായ്, നിങ്ങൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മരണപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എന്റെ പക്കലുള്ള ഒരുപാട് മാജിക്കൽ ആർട്ടിഫാക്ട്സ് എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുവാനാണ് ഞാൻ ഈ ഒരു പ്ലാൻ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം തന്നെ നെമോറിന് കൊടുക്കുന്ന മാജിക്കൽ ആർട്ടിഫാക്ട് ആണ് സീച്ച് കറേജിയസ്. ഈ ഒരു ആർട്ടിഫാക്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ഏതൊരു കോണിലേക്ക് ഒരു മാജിക്കൽ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്ത് പോകുവാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഡിസ്ക്രിപ്ഷൻ ആയി പറയുന്നത്. ഈ രണ്ടാമതായി ഞാൻ തരാൻ പോകുന്ന ഐറ്റം വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഡൂമിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുവാൻ ഇതിന് സാധിക്കും. എന്നാൽ ഇത് വീൽഡ് ചെയ്യണമെങ്കിൽ സാധാരണ പവർ മാത്രം പോരാ, അതിനേക്കാൾ കൂടുതൽ കറേജിയസും ആവശ്യമാണ്. ഈവൻ മൾട്ടിവേഴ്സിന്റെ കൊളാപ്സിന് തന്നെ കാരണമാകുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുവാനായി താങ്കളെ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലാക്ക് പാന്തർ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ നിന്നും ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉൾപ്പെടുന്ന ഒരു ഇൻഫിനിറ്റി ഗോളറ്റ് എടുത്തു ഉയർത്തുന്നു. അതോടുകൂടി ഈ ഒരു സീൻ കട്ടാകുകയും തുടർന്ന് കാസ്റ്റിൽ ഓഫ് ഡൂമിൽ സൂസ്റ്റോം വിളിക്കുന്നതിനെ തുടർന്ന് സൂസ്റ്റോമിന് അടുത്ത് വരുന്ന ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനോടായി ഫാന്റാസ്റ്റിക് ഫോറിന്റെ കഥ സൂസ്റ്റോം പറയുകയാണ്. ഇത് റിയൽ സ്റ്റോറി അല്ല, മറിച്ച് ഡോക്ടർ ഡൂം ഇവരുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത സ്റ്റോറി. ഈ ഒരു കഥ പ്രകാരം ഫാന്റാസ്റ്റിക് ഫോർ എന്നത് സൂസ്റ്റോം, ജോണി സ്റ്റോം, ബെൻഗ്രിമിനോടൊപ്പം ഇവരുടെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് റീ റിച്ചാർഡ്സ് അല്ല, മറിച്ച് ഇവരുടെ പിതാവായിട്ടുള്ള ഡോക്ടർ ഫ്രാങ്ക്ലിൻ സ്റ്റോം ആണ്. അവർ വളരെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്നാൽ ഒരു ദിവസം മറ്റൊരു ഭൂമി അവരുടെ ഭൂമിക്ക് മുകളിലായി വരുന്നു. ഇൻവേഷൻ ഇവന്റ് സംഭവിക്കുന്നതിനെ തുടർന്ന് സ്വന്തം ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള യുദ്ധത്തിൽ ഫ്രാങ്ക്ലിൻ സ്റ്റോം മരണപ്പെടുന്നു. ഈ ഒരു സമയം അന്ധകാരം കുമിഞ്ഞുകൂടി ആ ഒരു ലോകത്തിൽ നമ്മെ രക്ഷിക്കുവാൻ വന്നവനാണ് ദൈവം. എല്ലാം നശിച്ചു പോയെടുത്തു നിന്നും പുതിയൊരു ലോകത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തു. എനിക്കൊരു ജീവിതം തന്നു. എന്റെ സഹോദരനെ സൂര്യനാക്കി മാറ്റി. അദ്ദേഹം ഫാന്റാസ്റ്റിക് ഫോറിന് ഒരു ബെറ്റർ റീപ്ലേസ്മെന്റ് തന്നെയായിരുന്നു. അപ്പോൾ അമ്മ അങ്കിൾ ബെന്നിന് എന്താണ് സംഭവിച്ചതെന്ന് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ചോദിക്കുമ്പോൾ അത് മറ്റൊരു ദിവസത്തെ കഥയാണ്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ കട്ടാകിയും തുടർന്ന് ഷീൽഡിന് ഇപ്പുറമായി ബെൻഗ്രിൻ അഥവാ തിങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന താനോസിനെ കാണിക്കുന്നു. നീ പറയുന്ന കഥകളെല്ലാം കേട്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് ബെൻ. എനിക്കറിയാതെ ഫാന്റാസ്റ്റിക് ഫോർ ടീം ഇതുപോലെയല്ല. അവർ ഒരു ഫാമിലിയാണ്. എന്റെ ശത്രുക്കളായിരുന്നെങ്കിലും എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള ചുരുക്കം ചിലർ. എന്നാൽ ഡൂം ക്രിയേറ്റ് ചെയ്ത മായക്കുള്ളിൽ നിങ്ങൾ എല്ലാവരും തന്നെ പെട്ടുപോയിരിക്കുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, നിന്നെ ഇവിടെ പെടുത്തി വെച്ചിരിക്കുകയാണ് ബെൻ. നിന്നെ നിന്റെ ദൈവം ഒരുപാട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷീൽഡിന് വേണ്ടി നിന്നെ സാക്രിഫൈസ് ചെയ്ത് ഈ ഒരു ഷീൽഡ്
ഷീൽഡാക്കി തന്നെ നിന്നെ മാറ്റിയത്. അല്ലെങ്കിൽ ഇത്ര ശക്തിയുള്ള ഒരാൾക്ക് എത്ര നിസ്സാരമായിട്ട് ഇവരെ എല്ലാം കൊന്നുകളയാം. എന്റെ അനൈലേറ്റേഴ്സ് സൈന്യം തയ്യാറാണ്, അവരോടൊപ്പം നീയും വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഡൂമിനെ അറ്റാക്ക് ചെയ്യാമെന്ന് പറയുന്ന ടൈമിൽ തന്നെ സ്വയം ഒരു ഷീൽഡായി നിലനിന്നിരുന്ന ബെൻ ഗ്രീം ആ ഒരു ഷീൽഡ് എൻറ്റയർലി പൊളിച്ചെടുത്തുകൊണ്ട് ഡൂമിനെ എതിർക്കുവാനായി താനോസിനോടൊപ്പം പോകുന്ന അനൈലേറ്റേഴ്സ് ആർമിയോട് ചേർന്നുകൊണ്ട് ഡൂം കാസിലിനെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂവും ഇവിടെ അവസാനിക്കുന്നു. സീക്രട്ട് വാർസ് കോമിക് സീരീസിന്റെ എൻഡിംഗിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ട് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ ഫിനാലയിൽ എത്തുവാൻ. ഗോഡംബെയർ ഡൂമും ബാക്കിയുള്ള സൂപ്പർ ഹീറോസും വില്ലന്മാരുമായിട്ടുള്ള ഫൈറ്റ് നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനടി തന്നെ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.